ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് കഥയായിട്ടാണ്. നല്ല ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കുഞ്ഞു കഥ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥയിലോട്ട് കടക്കാം. ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും അവൻ്റെ അച്ഛനും ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ മകൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇവിടേക്ക് നോക്ക്, ഈ മരങ്ങളെല്ലാം പുറകോട്ട് പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു അച്ഛൻ എന്താക്കുന്നത്, പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സീറ്റിൽ യൗവനക്കാരായിട്ടുള്ള ദമ്പതികൾ അവിടെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സംശയം, 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് എന്തൊക്കെ ദേഷ്യവും അമർഷമൊക്കെ തോന്നി. അപ്പോൾ തന്നെ ആ മകൻ വീണ്ടും അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇവിടെ നോക്കൂ, ആ മേഘങ്ങളൊക്കെ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇത് കേട്ട് അവൻ്റെ അച്ഛനെ പിന്നെയും പുഞ്ചിരിക്കുന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ആ ദമ്പതികൾക്ക് ഇത് കണ്ട് പിന്നെയും ദേഷ്യം അമർഷമൊക്കെ തോന്നി. അച്ഛനോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാത്തതെന്ന്. അപ്പോൾ ആ ഒരു അച്ഛൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. എൻ്റെ മകൻ ജന്മനാ കാഴ്ചയില്ലാത്തതായിരുന്നു, ഇന്നാണ് അവന് കാഴ്ച കിട്ടിയത്. അപ്പോൾ അവന് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആദ്യമായിട്ട് കാണുകയാണ്, അതുകൊണ്ടുള്ള കൗതുകമാണെന്ന്. ഇത് കേട്ടിട്ട് ആ ദമ്പതികളുടെ കണ്ണൊക്കെ നിറഞ്ഞു. അവർ ആ കാര്യം പറഞ്ഞതിനോട് അച്ഛനോട് മാപ്പും പറയുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ്, ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഓരോ കഥ പറയാനുണ്ടാവും. ഒരിക്കലും സത്യം അറിയുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ ഒരിക്കലും വിലയിരുത്തരുത്. ചിലപ്പോൾ സത്യങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം സത്യം ആവുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു കാര്യം ശരിക്കും ക്ലിയർ ആവുന്നതിന് മുമ്പ് ഒരിക്കലും വിലയിരുത്തത് തെറ്റാണോ ശരിയാണെന്ന് വിലയിരുത്താൻ പാടില്ല. ഈ ഒരു സ്റ്റോറി പറയുന്നത് അതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.